ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം കണ്ണൂർ ജില്ലയിലെ കതിരൂർ എന്ന സ്ഥലത്തുള്ള ശ്രീ സൂര്യനാരായണ ക്ഷേത്രത്തിനെ പറ്റി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. തലശ്ശേരി ഇരിട്ടി ദേശീയപാതയിൽ കതിരൂർ ടൗണിൽ നിന്നും 100 മീറ്റർ മാറിയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2000 വർഷത്തോളം പഴക്കം ഈ ഒരു ക്ഷേത്രത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പെർളശ്ശേരി മക്രേരി ആ വഴി വന്ന് കതിരൂർ വഴി വന്നു പോയതായാണ് സങ്കല്പിക്കപ്പെടുന്നത്. സൂര്യനാരായണനെ കൂടാതെ ഇവിടെ ഉപപ്രതിഷ്ഠയായിട്ട് ശിവനും ഗണപതിയും ബ്രഹ്മരക്ഷസും ഉണ്ട്. ഇവിടെ ശിവന്റെ പ്രധാന പൂജയായിട്ട് അറിയപ്പെടുന്നത് സോമവാര പൂജയാണ്. അതായത് കല്യാണം നടക്കാത്ത സ്ത്രീകൾക്ക് ഈ പൂജ ചെയ്ത ശേഷം ഫലം കിട്ടുമെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഒരുപാട് അനുഭവസ്ഥർ ഉണ്ട് താനും. സൂര്യനാരായണനെ ഇവിടെ പ്രധാനമായും എല്ലാവരും കഴിപ്പിച്ചു വരുന്ന വഴിപാട് നിറമാല്യമാണ്. കതിരവൻ അഥവാ സൂര്യന്റെ ഊര് ആണ് കതിരൂരായി അറിയപ്പെടുന്നത് എന്നാണ് വിശ്വാസം. കതിരവപുരം എന്നായിരുന്നു ഈ ഒരു സ്ഥലത്തിന്റെ ആദ്യത്തെ നാമം എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. സൂര്യനും മഹാവിഷ്ണുവും കൂടി ചേർന്ന അത്യപൂർവവും മഹാവിശിഷ്ടവുമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. രാമരാവണ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ക്ഷേത്രത്തിന്റെ കഥ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ശ്രീരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നും ഒരു വിശ്വാസമുണ്ട്. തന്റെ പത്നിയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ നിഗ്രഹിക്കുവാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട ശ്രീരാമന് ഇവിടെ നിന്നുമാണ് അഗസ്ത്യമുനി സൂര്യനെ പ്രകീർത്തിച്ചുള്ള ആദിത്യ ഹൃദയ മന്ത്രം പകർന്നു നൽകിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യുദ്ധത്തിനിടയിൽ രാവണനെ വധിക്കുന്ന സമയത്ത് ശ്രീരാമൻ ആദിത്യ ഹൃദയ മന്ത്രം 3 തവണ ചൊല്ലി. അതിനാൽ രാവണനെ എളുപ്പം കീഴടക്കാൻ സാധിച്ചു അത്രേ. പിന്നീട് തിരിച്ചു വരുന്ന വഴി രാമൻ ഇവിടെ എത്തി സൂര്യപ്രതിഷ്ഠ ചെയ്തു എന്നാണ് വിശ്വാസം. ധാരാളം ഭക്തർ ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സൂര്യഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സൂര്യദശാകാലം അകലുമെന്നും ജാതകത്തിൽ മറ്റു വല്ല ദോഷമുണ്ടെങ്കിൽ, മറ്റു ഗ്രഹത്തിന്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും അകലുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ മാസവും 2ാം ശനിയാഴ്ച ഇവിടെ നവഗ്രഹ പൂജ നടത്താറുണ്ട്. ഒട്ടനവധി ജനങ്ങൾ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരാറുണ്ട്. വിവാഹ തടസ്സം നേരിടുന്നവർ ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. എല്ലാ തിങ്കളാഴ്ചയും സ്വയംവര പൂജ ഇവിടെ നടത്താറുണ്ട്. ഈ പൂജയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഫലം ഉടനടി ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 7:45 വരെയുമാണ്. സൂര്യനാരായണ ക്ഷേത്രത്തിനെ പറ്റി ഞാൻ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എന്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. നന്ദി.